ഞാൻ നിങ്ങളുടെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സെൻസസ് എടുക്കുമ്പോൾ ജനസംഖ്യാ കണക്കിൽ ഇസ്ലാമികമായിട്ട് ഒരാളെ അന്വേഷിച്ചാൽ ഞാനൊരു ഇസ്ലാമാണ്. അതെന്തുകൊണ്ടെന്നാൽ എന്റെ ഉമ്മായും ഉപ്പായും ഇസ്ലാമാണ്. അതുകൊണ്ട് ഞാൻ ഇസ്ലാമാണ്. ഞാൻ ഇസ്ലാം ആയതുകൊണ്ട് തന്നെ എന്റെ മക്കളും ഇസ്ലാമാണ്. അത് നിങ്ങൾക്ക് ആർക്കും തിരുത്താൻ പറ്റുന്ന ഒരു സംഗതിയല്ല. നിങ്ങൾ ആര് വിചാരിച്ചാലും ആ ഒരു സംഗതി എന്റെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ പ്രാക്ടീസിങ് ഇസ്ലാമാണോ അല്ലയോ എന്നുള്ളത് അത് ഞാനും പടച്ചവനും തമ്മിലുള്ള പ്രശ്നമാണ്. ഞാൻ പടച്ചവന്റെ അടുത്ത് പ്രാർത്ഥിക്കണോ, പടച്ചവന്റെ അടുത്ത് കുമ്പിടണോ, അല്ലെ പടച്ചവനെ തെറി വിളിക്കണോ എന്നൊക്കെ ഉള്ളത് ഞാനും പടച്ചവനും തമ്മിലുള്ള ബിസിനസ്സാ. എനിക്ക് പടച്ചവനോട് എന്തെങ്കിലും ഒരു വിഷമോ ബുദ്ധിമുട്ടോ ഉണ്ടായത് ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാന്ന്. നിങ്ങൾ അതിന് മെനക്കെടണ്ട. ഞാൻ പലപ്പോഴും പല പ്രസ്താവനകൾ ഇതിനു മുമ്പ് പലരും പറഞ്ഞുണ്ടാക്കുന്ന നരേഷൻ അതാണ്. അവര് പെട്ടെന്ന് മാറി. അവര് പെട്ടെന്നല്ല, ഞാൻ പണ്ടേ ഇങ്ങനെ തന്നെ. ഞാൻ മാറിയിട്ടില്ല. ആരാ പറഞ്ഞ ഞാൻ മാറിയെന്ന്? ഞാൻ മാറാനും പോകുന്നില്ല. എനിക്ക് എന്റേതായ ഒരു നിലപാടുണ്ട്. ആ നിലപാടിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കുന്നു. എന്തുകൊണ്ട് ഞാൻ ഈ പറയുന്ന എക്സ് മുസ്ലിമിനെയും ഇസ്ലാമിനെ വളച്ചൊടിക്കുന്ന വക്രീകരിക്കുന്നവരെയും പറ്റി പറയുന്നു എന്നതിനുള്ള ഉത്തരമാണ് ഇനി പറയുന്നത്. എനിക്കൊരു പക്ഷമുണ്ട്. എന്റെ പക്ഷം എപ്പോഴാണ്, നിഷ്പക്ഷവാദിയല്ല ഞാൻ. എനിക്കൊരു പക്ഷമുണ്ട് 100%. എന്റെ പക്ഷം എപ്പോഴും പീഡിപ്പിക്കപ്പെടുന്ന, അപകടത്തിലുള്ള, ഒറ്റപ്പെടുത്തപ്പെടുന്ന സമൂഹത്തിന്റെ ഒപ്പമാണ്. ആ സമൂഹം ഇപ്പോ പ്രത്യക്ഷ അത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളാണ്. ഇവിടെ മാവോയിസ്റ്റ് ആയിട്ട് ജീവിച്ചാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു മുസ്ലിമായിട്ട് ജീവിച്ചാൽ അത് പ്രശ്നം. അതൊരു വലിയ ടാസ്കാ. ഇവിടെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെടുന്ന, അപമാനിക്കപ്പെടുന്ന, വൃത്തികെട്ട രീതിയിൽ അകറ്റി നിർത്തപ്പെടുന്ന, അവഹേളിക്കപ്പെടുന്ന ഒരു മതവിഭാഗം അത് ഇസ്ലാമിയരാണ്. അത് എന്റെ കുടുംബക്കാരും കൂടെ അതിനകത്ത് പെടുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് സപ്പോർട്ടീവായി ചരിത്ര പഠനങ്ങളെ അനലൈസ് ചെയ്ത് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് നിങ്ങൾ മറ്റൊരു രീതിയിൽ വക്രീകരിച്ചു കൊണ്ടുവരരുത്. എനിക്ക് ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ പ്രസക്തമായ കാര്യമല്ല. ഞാൻ തലയിൽ തട്ടമിടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രസക്തിയുള്ള കാര്യമല്ല. ഇസ്ലാമിലുള്ള ബെനിഫിറ്റുകൾ അനുഭവിച്ച ഒരു സ്ത്രീ എന്ന നിലയ്ക്ക്, ഇസ്ലാമായി ആക്രമിക്കപ്പെടാതിരിക്കപ്പെട്ട ഒരു സ്ത്രീ എന്ന നിലയിൽ, ഇസ്ലാമിനെ അവഹേളിച്ച സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പൊതുസമൂഹത്തിനോട് ചിലത് പറയാനുണ്ട്. ആ ചിലതാണ് നിങ്ങൾ എന്നിൽ കൂടെ കേൾക്കുന്നത്. ഞാൻ ഇസ്ലാമിക തീവ്രവാദിയല്ല. എന്നെ അവർക്ക് അങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഇസ്ലാമിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതി സംസാരിക്കാൻ പറ്റുന്നില്ല? ബിക്കോസ് നിങ്ങൾ ഇസ്ലാമികരാണ്, തീവ്രമായ ഇസ്ലാം വിശ്വാസികളാണ്. എന്നെ അവർക്ക് അങ്ങനെ ആക്രമിക്കാൻ പറ്റത്തില്ല. ഞാൻ തീവ്രവാദിയല്ല, തീവ്രമായ ഒരു ഇസ്ലാം വിശ്വാസിയല്ല. അതുകൊണ്ട് അവർക്ക് എന്നെ അത് വെച്ച് ടാർഗറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഇപ്പോ ഇന്ന് തന്നെ ഞാനൊരു വീഡിയോ ഇട്ടു. എന്തായിരുന്നു? പിന്നെ മനുജ മൈത്രിയെ പറ്റിയിട്ടാണ്. മഹൂജ മൈത്രി എന്ന് പറയുന്ന ആ പെണ്ണിനെ പറ്റിയാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടത്. നിങ്ങൾ അത് തെറ്റിദ്ധരിച്ച് ജാമിദ, ഞാൻ ജാമിദയെ പറ്റി ഇട്ടില്ല. ഞാൻ ജാമിദയെ പറ്റി ഇനി ഫ്യൂച്ചറിലാണ് ഇടാൻ പോകുന്നത്. ഈ മൈത്രി പെണ്ണുമ്പോൾ ചെയ്ത ചെയ്ത്തുകളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ കണ്ണിക്കാൻ പറ്റും, നിങ്ങൾക്ക് അങ്ങനെ കണ്ണിക്കാൻ നോക്കൂല. കാരണം അവർ നിങ്ങളോട് സംവദിക്കുന്ന ഖുർആൻ വെച്ചാ. ഞാൻ ഖുർആൻ വെച്ചല്ല അവരോട് സംവദിക്കുന്നത്. ഞാൻ ഖുർആൻ ഒരു കാരണവശാലും ടച്ച് ചെയ്യുന്നില്ല. അത് നല്ലതിനും ടച്ച് ചെയ്യുന്നില്ല, മോശത്തിനും ടച്ച് ചെയ്യുന്നില്ല. ഞാൻ എന്താ പറയുന്നേ? ഇന്നത്തെ സൊസൈറ്റിയിൽ ഈ ഖുറാനിക പാരായണോ അല്ലെങ്കിൽ ഈ സംഗതിയോ വെച്ച് ഇവിടുത്തെ മനുഷ്യർ ജീവിക്കുന്നില്ല. അവർ ജീവിക്കുന്നത് അതിലെ നന്മ വിശ്വാസങ്ങളെ മാത്രം മുൻനിർത്തിയാണ്. അന്നത്തെ കാലഘട്ടങ്ങളിൽ അന്നത്തെ മനുഷ്യർക്കുണ്ടായ ബോധനിലവാരത്തിൽ അവരുടെ ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതിയ പുസ്തകമാണത്. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള മനുഷ്യർ അതിനെ കാൽക്കുലേഷനിൽ പോലും എടുക്കുന്നില്ല. അത് അന്നത്തെ യുദ്ധമുഖങ്ങളിൽ ഉണ്ടായ കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്ന. യഹൂദരെയും ക്രൈസ്തവരെയും അടുപ്പിക്കരുതെന്ന് അന്നത്തെ കാലഘട്ടത്തിൽ. ഇന്ന് ഇവിടെ ഹിന്ദു മത വിശ്വാസികൾ ഉണ്ടെന്ന് അന്ന് ഖുറാനിലെങ്ങാണ് എഴുതിയിരുന്ന? ഇല്ല. അപ്പൊ പിന്നെ ഇതും അതുമായിട്ട് ഒരു ഇതുമില്ല. ഞാൻ മദ്രസയിൽ പഠിച്ചവളാണ്. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഇസ്ലാമിൽ അങ്ങനെ ആരും പഠിക്കുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്നെ തട്ടയിടിപ്പിക്കാൻ നടക്കുന്നത്, എന്റെ പൊട്ട് കളയാൻ നിൽക്കുന്നത്. ഞാൻ ബംഗ്ലാദേശിൽ നിന്ന് വിവാഹം കഴിച്ചതാണ്. ചിറ്റഗാണിലുള്ള ചൗധരി ബാടി എന്ന ഗ്രാമത്തിലുള്ള മുഹമ്മദ് ഷൗക്കത്ത് അക്ബറിനെയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അവരുടെ നാട്ടിലെ കസ്റ്റമാണ് പൊട്ടുവയ്ക്കുക എന്നുള്ളത്. ബംഗ്ലാദേശുകാര് പൊട്ടുവയ്ക്കും. അപ്പൊ അവരുടെ കസ്റ്റമാണ് ഞാൻ പൊട്ടുവയ്ക്കുകയാണ്. ഞാൻ പൊട്ടുവെച്ച് വീഡിയോ ഇട്ടാൽ എന്റെ അമ്മായിയമ്മ അവിടെ ഇരിപ്പുണ്ട്. അവർക്കത് ഭയങ്കര സന്തോഷമാണ്. അവരത് ഡെയിലി എന്നെയും മകനെയും കാണാറുമുണ്ട്. ഞങ്ങളുടെ വീഡിയോയിൽ കൂടിയാണ് അവർ ഞങ്ങളെ കൂടുതൽ കാണുന്നത്. അവർക്ക് സന്തോഷത്തിന് ഞാനത് ചെയ്യുന്നുണ്ട്. ഇനി ഇത് അങ്ങനെയല്ല, ഹിന്ദുമത വിശ്വാസികൾക്കാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാം. എന്റെ അമ്മ ശാന്തകുമാരി അമ്മ എന്നെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നന്നായി ചന്തമായി ഒരുങ്ങിയിരിക്കുന്നതിന്. ആ തലയെ തട്ടമിട്ടായാലും പൊട്ടുവെച്ചിട്ടായാലും അവർക്കും സന്തോഷമാകും. എന്റെ ഉമ്മച്ചിക്ക് കംപ്ലൈന്റ് ഇല്ല. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രോബ്ലം? നിങ്ങൾ അനാവശ്യമായി എന്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് കയറാതിരിക്കുക. ഓക്കെ?
അത് നിങ്ങൾ ഒരു ഇട്ടാവട്ട പൊട്ടക്കണ്ടിലെ തവളകളുടെ അടുത്ത് എനിക്കൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾ രാജ്യങ്ങൾ സന്ദർശിക്കൂ. മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന മനുഷ്യരുടെ അടുത്ത് നിങ്ങൾ സംസാരിച്ചാൽ ചിരിക്കും അവര്. കാരണം പല സംസ്കാരങ്ങളും പല ജീവിത രീതികളും അറിഞ്ഞു വളരുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ ഇവിടെ കാണിക്കുന്നത് പോക്കൃത്തരായിട്ട് തോന്നും. സ്വാഭാവികമാണ്. ഞാൻ ഇത്രയധികം മോശമായ രീതിയിൽ അവഗണിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിനെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പല കാര്യങ്ങളും പറയുന്നത്. അത് നിങ്ങൾ മറ്റൊരു രീതിയിൽ വക്രീകരിച്ച് എടുത്തുകൊണ്ട് വരരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. അപ്പൊ ഈ ഒരു വിഷയം പറയുമ്പോൾ ഇതെന്താ അതെന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. എന്നിട്ട് നിങ്ങൾ എന്തിനാ സമൂഹത്തെ മുറിയണ്ടി എന്ന് ഐഡന്റിഫൈ ചെയ്ത് വംശാധിക്ഷേപം. മുറിയണ്ടി എന്ന് പറയുന്നത് വംശാധിക്ഷേപമല്ല, അവരുടെ ഒരു ഗോത്രീയതയാണ് ആ ചടങ്ങ്. ആ ഗോത്രീയത അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ആ ഒരു വേർഡ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ആ വേർഡ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ തിരിച്ചറിവുണ്ടാകും. അവർക്കതൊരു ഹോണറബിൾ സംഗതിയാണെങ്കിൽ ഞാനത് വിളിക്കുമ്പോൾ അവർക്ക് എന്തിന് വേദന വരുന്നത്? അതവർക്ക് തിരിച്ചറിവുണ്ടാകാൻ പറയുന്ന വേർഡാണ്. അതിനകത്ത് തകരാറുണ്ടെങ്കിൽ ഈ വിളിച്ച ഇപ്പം രഘു ആണ് ഇത് ചോദിച്ചത്. രഘുവിനെ ഞാൻ മുറിയണ്ടി എന്ന് വിളിച്ചിട്ടുണ്ടോ? സുനൈദ് അവനെ മുറിയണ്ടി എന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? അവൻ ഷെഫീനാന്നാ എന്നെ വിളിക്കുന്നത്. എന്നെ വന്ന് മറ്റതേ മറിച്ചതേ അഭിചാരികയെന്ന് വിളിച്ചാൽ അവർ ഞാൻ തിരിച്ച് മുറിയണ്ടി എന്നേ വിളിക്കുള്ളൂ. അതെന്റെ റൈറ്റ്സ് ആണ്. നിങ്ങൾ പച്ചത്തെറി വിളിക്കുന്നുണ്ടല്ലോ പെണ്ണുങ്ങളെ. നിങ്ങൾ ആരെങ്കിലും അവര് പിടിച്ച് കടിച്ച നിങ്ങൾ ഫെമിനിസ്റ്റ് അല്ലേ? ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞ നിങ്ങൾ പെണ്ണുങ്ങളെ അപരാധം പറയുന്നില്ലേ? അങ്ങനെ ഇല്ലല്ല. ഇസ്ലാമിനെ അവഹേളിച്ച സ്ത്രീ കറക്റ്റ് ആണത്. അവഹേളനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ എന്റെ ടൈം ലൈനിലുണ്ട്. ഒരു സാധനം ഞാൻ ഡിലീറ്റ് ചെയ്യുകയുമില്ല. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ പോലും ഞാൻ ഡിലീറ്റ് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അത് പറഞ്ഞ കോണ്ടസ്റ്റ് ആണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. അറേബ്യൻ കുണ്ടൻ എന്ന് പറയുന്ന വൃത്തികെട്ട ജന്തു എന്നെ പച്ചത്തെറി വിളിച്ചു. മുഹമ്മദ് നബിയുടെ പേരിൽ ആണ് ആ പച്ചത്തെറികൾ എന്നെ വിളിച്ചത്. മുഹമ്മദ് നബി 12 കല്യാണം കഴിച്ചെങ്കിൽ ഞങ്ങൾക്ക് 4 കല്യാണം കഴിക്കാമെന്നുള്ള നിർദ്ദേശം വെച്ചെങ്കിൽ എനിക്ക് 4 കല്യാണം വേണമെന്ന് പറഞ്ഞ എന്റെ പ്രസ്താവനയെ ഖണ്ഡിക്കാൻ എന്റെ ഉമ്മായ ചിത്രവധം ചെയ്തു, എന്നെ ചിത്രവധം ചെയ്തു. അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞു, എടാ വ്യഭിചാരം നടന്നത് നിന്റെ കമ്മ്യൂണിറ്റിയിലാണ്. ഞാൻ അതിനകത്ത് അത് ഡിലീറ്റ് ചെയ്യത്തില്ല. അതവിടെ കാണും, അതവിടെ തന്നെ ഉണ്ടാവും. അത് എന്തിനാണ് പറഞ്ഞെന്നാ പറഞ്ഞത്. അതിൽ നിങ്ങൾക്ക് വൈഷമ്യം ഉണ്ടായെങ്കിൽ സോറി, അത്രയേ ഉള്ളൂ. ആ ഒരു മതവിഭാഗത്തിനെ ഒന്നടങ്കം അത് വേദനിപ്പിച്ചെങ്കിൽ ഐ റിയലി ഫീൽ സോറി ഫോർ ദാറ്റ് എന്നാണ് പറഞ്ഞത്. സ്റ്റേറ്റ്മെന്റ് മാറ്റിയെന്നല്ല അതിന്റെ അർത്ഥം. എന്റെ അഭിപ്രായങ്ങളോ നിലപാടുകളോ ജന്മം ചെയ്താൽ മാറില്ല. ഞാൻ മാറൂല. ഇപ്പോ ഇവർ ചെയ്യുന്നത് കളവാണെന്നും ഇവർ ചെയ്യുന്നത് പോക്കൃത്തരമാണെന്നും തിരിച്ചറിഞ്ഞത് കൊണ്ട് അവരെ പൊതുസമൂഹത്തിൽ തുറന്നു കാണിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ജബ്ബാർ മാഷിനെ ഞാൻ പറഞ്ഞോ? മൈത്രേനെ ഞാൻ പറഞ്ഞോ? ഞാൻ മിണ്ടിയോ? അവരുടെ അഭിപ്രായങ്ങൾക്ക് എനിക്കൊന്നും പറയാനില്ല. അവരുടെ കയ്യിൽ പോയിന്റ്സ് ഉണ്ട്. അവര് ഈ ഒരു മതസമൂഹത്തെ ആക്രമിക്കാൻ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്നെ ഓപ്പോസിറ്റ് പ്രതീക്ഷിക്കാം. ഇനി നിങ്ങൾ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ന്യൂനപക്ഷ വിഭാഗം ക്രിസ്ത്യാനികളെയാണെങ്കിൽ ഞാൻ അവരെ പ്രൊട്ടക്ട് ചെയ്തേ സംസാരിക്കുള്ളൂ. എനിക്കൊരു പക്ഷമുണ്ട്. അത് ഇതുപോലുള്ള കഷ്ടപ്പെടുന്ന ഒറ്റപ്പെടുത്തപ്പെടുന്ന അവരുടെ പക്ഷമാണ്. ഞാൻ ഇരകൾക്കൊപ്പമാണ്, വേട്ടക്കാർക്കൊപ്പമല്ല. ഇവർ വേട്ടക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ അവർക്കൊപ്പം നിൽക്കാത്തത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പം സനു വന്നപ്പോ ഒരു നിലപാട് പറഞ്ഞില്ലേ, അത് തന്നെയാണ് എന്റെ നിലപാട്. ഞാൻ എന്നാൽ കഴിയുന്ന വിധം ഡാറ്റ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇതാണ് അവർ. അതിനുശേഷവും നിങ്ങൾക്ക് അവർ വലിയ ആൾക്കാരായി തോന്നുകയാണെങ്കിൽ സലാം എന്ന് പറയും, ഒഴിഞ്ഞു പൊയ്ക്കോന്ന് പറയും. അവരെ പിന്നെ ഞാൻ എന്റെ 7 അയലത്ത് അടുപ്പിക്കത്തില്ല. ദാ അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ എന്റെ ഈ ചെയ്ത്തിൽ കൂടെ കണ്ടത്. വിട്ടുകളഞ്ഞു. അവര് നമ്മളെ 7 അയലത്തേക്ക് ഇനി ഇല്ല. അതാണ് അതിന്റെ ശരിയായ ധർമ്മം. മനസ്സിലായോ? മാമയൊക്കെ ഭയങ്കരമായിട്ട് തീവ്രമായ ദൈവവിശ്വാസികളാണ്. അവരൊന്നും സംഗീതം വിളിക്കാൻ ഒക്കത്തില്ല. അവര് ഹിന്ദുമത വിശ്വാസികളാണ്, തീവ്രമായ വിശ്വാസികളാണ്. അവർക്കാർക്കും സംഗീതം ഇല്ല. എങ്കിൽ പിന്നെ ഹിന്ദുവായ അമ്മ മുസ്ലിമായ എന്നെ മകളായിട്ട് എടുക്കുവോ? ഇല്ലല്ലോ. അപ്പൊ അതില്ല ഇവിടെ. അത് നമ്മൾ പറയണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ മുസ്ലിം അത് സ്കോർ ചെയ്ത് കൊണ്ടുപോകും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്നെ മനസ്സിലാകാത്തത് കൊണ്ടാണോ? പിന്നെ ഏതോ ഒരു നിസാർ ഏതോ ഒരുത്തെ എടുത്തു വെച്ചിട്ട് കുറെ കഥ എന്നെ എടാ നീ എന്നെ വിശ്വസിക്കണ്ട. ഞാൻ നിന്റെ ചാപ്പാടല്ല തിന്നുന്നത്. നീ തന്നാലും എനിക്ക് വേണ്ട. എനിക്ക് ഇസ്ലാമിന്റെ സംരക്ഷണം വേണ്ട.
എന്നെ നിങ്ങൾ സംരക്ഷിക്കണ്ട, ഇവരും സംരക്ഷിക്കണ്ട. എനിക്ക് സ്വയം ജീവിക്കാൻ ഞാൻ ധൈര്യസമേതം കാര്യം പറഞ്ഞിട്ടാ നിൽക്കുന്നത്. അത് ഇസ്ലാമിനെതിരെ പറയുമ്പോഴും ശരി, സംഘികൾക്കെതിരെ പറയുമ്പോഴും ശരി, ഞാൻ ധൈര്യസമേതം പറയുന്നത്. ഏതെങ്കിലും ഒരു വെടിയുണ്ടേ തീരുമെന്ന് എനിക്കറിയാം. അത് ഞാൻ മോസ്റ്റ് വെൽക്കം ചെയ്യുന്ന ആളാണ്. എനിക്ക് അതിനകത്ത് ഒരു വിഷമവും. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞത് ഇവിടെ കിടക്കണം. അങ്ങനെ അത് കിടക്കരുതെന്ന് നിർബന്ധം ഉണ്ടായിരുന്ന ജാമിദയ്ക്കായിരുന്നു. ജാമിദ തനൂജയ്ക്കൊപ്പം നിന്നുകൊണ്ട് എന്റെ ചാനൽ അടിച്ചു കളഞ്ഞപ്പോ ആ സംഗതി ഇല്ലാണ്ടായി. 1200ഓളം വീഡിയോ പോയി. പക്ഷെ എന്റെ മക്കളത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇല്ലാണ്ടായാൽ അത് ഏറി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. ഇതൊന്നും ഞാൻ മാറ്റി പറഞ്ഞെന്ന് പറയരുത്. ഞാൻ അത് മാറ്റി ഇല്ല. ഇന്ന് മുതൽ ഞാൻ മുഹമ്മദിനെ പറ്റി നല്ലത് പറയാം എന്ന് എവിടെയെങ്കിലും പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാനും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ ബോധിഹിറ എനിക്ക് അയച്ചു തന്ന ആളിനോട് നന്ദി പറഞ്ഞു. പക്ഷെ അതൊരു പരിധി കൂടുതൽ ഞാൻ വായിച്ചിട്ടുമില്ല. പക്ഷെ അതിനകത്തുള്ള സ്ത്രീപക്ഷവാദം ഞാൻ വായിച്ചു. എനിക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഞാൻ റെഫർ ചെയ്യുന്നു, നിങ്ങൾ എല്ലാവരും വായിക്കണമെന്ന് പറയുന്നു. ഞാനത് 3 വട്ടം വായിച്ചു. എനിക്ക് വളരെ സംതൃപ്തി തോന്നിയ ഒരു സാധനമാണത്. നല്ല കാര്യം. അങ്ങനെ ഒരു വിഷയം ഇസ്ലാമിലുണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ അതിനെ ഉദ്ധരിച്ച് പറയാൻ പോകുന്നില്ല. അത് ആരും പ്രതീക്ഷിക്കുക പോലും വേണ്ട. ആ കാലഘട്ടത്തിന് അനുസൃതമായ കാര്യങ്ങൾ അതിനകത്ത് നടന്നു, കേട്ടു, സന്തോഷം. അതിനപ്പുറം അതെടുത്ത് വെച്ചിട്ട് വായ്ത്താളം അടിക്കാനും മാത്രം മന്ദബുദ്ധിയല്ല ഞാൻ ചെയ്യത്തില്ല. എനിക്ക് അതിനകത്ത് ഗോത്രീയതകൾ 2 കാര്യമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. 1 വിവാഹം, 2 സർക്കംസേഷൻ. എന്നെ എത്ര പേര് ഉപദേശിക്കും നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ മിണ്ടുന്ന ഞാൻ ഇപ്പൊ അത് പറയാൻ ഒക്കത്തില്ല. പക്ഷെ ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കുന്നത് എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ മക്കളുടെ മക്കൾ, എന്റെ ഇനി അടുത്ത തലമുറയിൽ ഒരാളും എന്റെ കുഞ്ഞുങ്ങളുടെ സുനായിൽ പിടിക്കില്ല. ഞാൻ സമ്മതിക്കത്തില്ല. ഈ രാജ്യത്ത് ഇസ്ലാമായി ജീവിച്ച് മരിക്കാൻ എനിക്ക് എല്ലാ റൈറ്റ്സും ഉണ്ട്. എന്റെ ഭരണഘടന അത് പറഞ്ഞു തരുന്നുണ്ട്. ആ ഭരണഘടനയില് ഞാൻ ഇസ്ലാമാണ്, അതല്ല എന്ന് പറയാൻ ഇവിടെയുള്ള ഒരു തീവ്രമത ഇസ്ലാമികൾക്കും അർഹതയില്ല. മറ്റുള്ളവർക്കും പറ്റത്തില്ല. ഞാൻ എച്ചും വൈലും ഒന്നുമല്ല. ഞാൻ ഇസ്ലാമായിട്ട് തന്നെ ജീവിക്കും, ഇസ്ലാമായി തന്നെ മരിക്കും. എന്റെ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ജനസംഖ്യയിൽ സെൻസസ് എടുക്കുമ്പോൾ ആ ഇസ്ലാം നമ്പറിൽ ഞാൻ ഒരാളാണ്. അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഞാൻ അങ്ങനെയാണ്. പക്ഷെ ഞാനത് വിശ്വസിക്കണമോ, അതിനെ ഇത് ചെയ്യണമോ എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബിസ്മി പറയണത് അത് എന്നെ ചെറിയ വയസ്സിൽ തൊട്ട് എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. എന്റെ ചെറിയ വയസ്സ് എന്റെ ഉമ്മച്ചിമ്മയുടെ കൈകളിലാണ് ഞങ്ങൾ വളർന്നത്. ഞങ്ങൾ ഈ ഉമ്മച്ചി എല്ലാവരും 10 മക്കളുടെയും ചെറുകുഞ്ഞുങ്ങൾ ഞങ്ങളുടെ പള്ളിയുള്ള വീട്ടിലാണ് വളർന്നത്. എല്ലാവരും ഉമ്മച്ചിമ്മയുടെ നേതൃത്വത്തിലാണ് വളർന്നത്. ഉമ്മച്ചിമ്മ തീവ്രമായ ഒരു ഇസ്ലാം വിശ്വാസിയാണ്. ബിസ്മി ചെല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ കൈക്കടി തരുമായിരുന്നു അവര്. ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യം ഞാൻ വന്ന് വീഴും, പുറകെ തവി വന്ന് വീഴും, പിന്നെ പിച്ചാത്തി കാലം അതും ഇതൊക്കെ വന്ന് വീഴും. അമ്മാതിരി ഉപദ്രവിക്കുമായിരുന്നു അവര്. പക്ഷെ അവര് പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോഴും ഈ ബാങ്ക് വിളിക്കുമ്പോ ഇല്ലാന്നൊന്നും കള്ളൊന്നും പറയത്തില്ല. അതിനൊരു ദുആ ഉണ്ട്. ആ ദുആ നമ്മൾ പഠിക്കും. അത് ഈക്വൽ നിസ്കാരത്തിന് തുല്യമാണ്. അത് നമ്മൾ പഠിക്കാറുണ്ട്. ഞാൻ പറയാറുണ്ട് മനസ്സിൽ. ഞാൻ പറയാറുണ്ട്. അതെനിക്ക് ചൊട്ടയിലെ ശീലമാണ്. അതെനിക്ക് മാറ്റാനാവത്തില്ല. എത്ര വലിയ യുക്തിവാദം തലയിൽ കയറിയാലും ഞാനത് പറയും. നൈറ്റ് മെയർസ് വന്നാൽ ഞങ്ങൾ പടച്ചവനെ പ്രാർത്ഥിക്കും. ഇല്ല എന്നൊക്കെ ചുമ്മാ പറയുന്നതാണ്. അങ്ങനെ ചെയ്യും. കള്ളത്തരം പറയുന്നതാണ്. ഞാൻ ചെയ്യും. ഞാനത് ധൈര്യമായിട്ട് പറയണ ഞാൻ ചെയ്യാറുണ്ട്. അതിന്റെ അർത്ഥം ഞാനൊരു തീവ്രം ഈ മതവിശ്വാസം കൊണ്ട് നടക്കുന്ന വ്യക്തി എന്നല്ല. എന്റെ ഉമ്മച്ചി മക്കനെ ഇട്ട് കൊടുത്ത് നടക്കുന്നത് കൊണ്ട് ഞാൻ അതിനെ വലിച്ചു കുറച്ച് ദൂരെ കളയാറില്ല. അതൊക്കെ അവരുടെ വിശ്വാസം. അവർക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. എനിക്ക് എന്റെ റൈറ്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ റൈറ്റ്സ് അനുസരിച്ച് ജീവിക്കുന്നു. നിങ്ങൾക്ക് അതിനകത്ത് ചോദ്യം ചെയ്യാനുള്ള അധികാരം ഞാൻ തന്നിട്ടില്ല. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ സ്റ്റിക്ക് ചെയ്യുക. അല്ല ഞാൻ മതം മാറിയോ, ഞാൻ മതത്തിൽ നിന്ന് പോയി, ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ആരാ നിങ്ങളടുത്ത് പറയാൻ ഞാൻ മതം മാറിയെന്ന്? ഞാൻ മതം വിട്ടു പോയിട്ടില്ല. പോയിട്ടുണ്ടെങ്കിലല്ലേ തിരിച്ചു വരുന്നു. ഞാൻ വിട്ടുപോയിട്ടില്ല. പക്ഷെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവര് പറയുന്നതൊക്കെ കേട്ടിട്ട് ഓ ശരിയാണോ എന്ന് കേട്ടിരുന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തെറ്റു പറയാനൊക്കത്തില്ല. ഞാൻ ജനിച്ചപ്പോ ഒന്നും എനിക്ക് ഈ അറിയത്തില്ല. ഞാൻ സ്കൂളിൽ പോയി അത് പഠിച്ചത്. ഞാൻ അതിനുശേഷമാണ് ഇംഗ്ലീഷ് പഠിച്ചത്. ഭാഷകൾ പഠിച്ചത് അതിന് ശേഷമാണ്. അപ്പൊ നമുക്ക് കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം കൊണ്ട്, ക്യൂരിയോസിറ്റി കൊണ്ട് പലര് പറയുന്നത് കേൾക്കും. പക്ഷെ പൂർണ്ണമായി വിഴുങ്ങില്ല. പഠിക്കും, റെഫർ ചെയ്യും. ആ റെഫറൻസിൽ അവർ പറഞ്ഞത് തെറ്റാണെന്ന് കണ്ടാൽ തുറന്നു പറയും. കാരണം നാവുള്ള ശബ്ദമുള്ള വ്യക്തിയാണ് ഞാൻ. എനിക്ക് ശബ്ദമുണ്ട്. ഞാൻ ലിറ്ററേച്ചർ മെയിൻ ആയിരുന്നു. 2 ലാംഗ്വേജ്, ഹിന്ദി, ഇംഗ്ലീഷ്, 2ലും ഡിഗ്രി ഉണ്ട്. ലിറ്ററേച്ചറാണ് എന്റെ സബ്ജക്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നത് പിന്നെ ഹിന്ദിക്കും ചരിത്രത്തിനുമാണ് കൂടുതൽ മാർക്ക്. ജ്യോതി നികേതനിലാണ് ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചത്. അവിടെ അന്വേഷിച്ചറിയാം ടോപ്പർ ഞാനായിരുന്നു. എക്കണോമിക്സിന് വനജയും ഹിസ്റ്ററിക്ക് ഞാനുമായിരുന്നു ഏറ്റവും ടോപ്പ് മാർക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളായിരുന്നു അത്. ഞങ്ങൾക്കിടെ ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. എക്കണോമിക്സിന് എനിക്കൊരു 2 മാർക്ക് കുറവ്, അവൾക്ക് ഹിസ്റ്ററിക്ക് ഒരു 2 മാർക്ക് കുറവ്. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും തന്നെയായിരുന്നു ടോപ്പർ. അവൾ അവിടുത്തെ ടീച്ചറാണ് ഇപ്പോൾ വനജ.
കീലേരി ഉണ്ടച്ചിയും ക്രിമിനൽസ് ആണെന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവാതെ കുറെ വാണങ്ങൾ. സത്യം. പിന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലായ കാര്യം നമ്മൾ പറയുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങള് കഞ്ചാവ് വിൽക്കാതെയും പെണ്ണുങ്ങളെ ഉപദ്രവിക്കാതെയും ഇരിക്കണമെന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാനാ പറഞ്ഞത്. ഞാൻ അക്കാര്യത്തിൽ പ്രൂഫ്ഡ് വിമണാണ്. എന്റെ മക്കൾ അങ്ങനെ ഒരാളെ ഉപദ്രവിക്കത്തില്ല, ഒരു പെൺകുട്ടികളെ ഉപദ്രവിക്കത്തില്ല ഗ്യാരണ്ടി എനിക്ക് പറയാൻ പറ്റും. ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് സംവദിക്കുന്നത് അതാണ്, കുട്ടികളോട് ഞാൻ പറയുന്നതും അതാണ്. മക്കളെ, കഞ്ചാവ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സംഗതിയാണ്. അതൊരു തലമുറയെ നശിപ്പിക്കും. അത് ഡീൽ ചെയ്യോ, അത് കഴിക്കുകയോ, അങ്ങനെ കഴിക്കുകയോ ഡീൽ ചെയ്യുന്നവരുമായിട്ടോ സഹകരിക്കരുതെന്നുള്ള എന്റെ റിക്വസ്റ്റ്. അതനുസരിക്കുക, മര്യാദയ്ക്ക് പ്രവർത്തിക്കുക. ഇപ്പൊ ഇത്രയെല്ലാം ഇവരൊക്കെ പ്രൊവോക്ക് ചെയ്ത് എന്റെ മക്കൾ വാ തുറക്കാത്തതുണ്ടോ? എന്തെങ്കിലും ഒരു ആക്ടിങ് എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടൊന്നും ഞാൻ ചെയ്യുന്നുണ്ടോ? അപ്പൊ എനിക്ക് അങ്ങനെയൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ, എന്റെ ലൈഫിൽ കൂടെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ജാമിത ചെയ്ത ഒരു വീഡിയോയ്ക്കകത്ത് അവള് പറയുന്ന ഫസഹ് എന്നൊരു സംഗതി ഇല്ല, സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. അത് പറയുമ്പം എന്റെ ഈ വയസ്സ് ഇത്രയും ഞാൻ ജീവിച്ചത് എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിച്ചിട്ടാണ്. എന്റെ ഉമ്മ, എന്റെ കുടുംബത്തിലെ എല്ലാ പെണ്ണുങ്ങളും സ്വാതന്ത്ര്യം അനുഭവിച്ചവരാണ്. അപ്പൊ ഞങ്ങൾ കൂട്ടത്തോടെ പറയും, ആ 300 പേരടങ്ങുന്ന കുടുംബത്തില് ഒരേ ഒരു നാവ് ഞാനാണ്. ഞാൻ പറയും, അവർക്കെല്ലാം ജോലിയുണ്ട്, അവരെല്ലാം സ്വസ്ഥമായി ജീവിക്കുന്നു, അവരെ ആരും ആണുങ്ങളെടുത്ത് വെച്ച് കൊടുക്കുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ല. അതെന്തുകൊണ്ടാ? അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പൊ ഞാൻ പറയും, എന്റെ വായാണത്. അത്രയും മനുഷ്യർക്ക് പറയാനുള്ളത് ഞാൻ ഒരാൾ പറയണമെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഞാൻ ഉമ്മാക്ക് ജോലിയുള്ളത് കൊണ്ടേ, ഉമ്മ സർവേയർ ആയിരുന്നു. അപ്പം ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ സ്ഥലം മാറ്റം വരും. അപ്പം ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇങ്ങനെ നടന്ന് പഠിക്കേണ്ടി വരും. സെന്റ് ജോസഫ് കോൺവെന്റിൽ പഠിച്ചിട്ടുണ്ട്, പിന്നെ കോട്ടണിൽ പഠിച്ചിട്ടുണ്ട്, നാവായക്കുളം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കായംകുളത്ത് പഠിച്ചിട്ടുണ്ട്, കായംകുളത്ത് നിർമ്മല സ്കൂള്, നിർമ്മല തന്നെ പേര് ഓർമ്മയില്ല, അവിടെ ഒരു വർഷം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും അങ്ങനെയാണ്, പലയിടങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. കോട്ടണിൽ 5ാം ക്ലാസ്സിൽ കോട്ടണിലായിരുന്നു, 8ാം ക്ലാസ്സും 9ഉം നാവായക്കുളം സ്കൂളിലായിരുന്നു. 2ാം ക്ലാസ് തൊട്ട് കൊല്ലത്ത് പഠിച്ചിട്ടുണ്ട്, അത് ഏതൊന്നും ഓർമ്മയില്ല, ചെറിയ ചൈൽഡ്ഹുഡ് ആയിരുന്നു. സെന്റ് ജോസഫിലാണ് കൂടുതൽ പഠിച്ചിട്ടുള്ളത്. ഡിഗ്രിക്ക് വുമൺസിലായിരുന്നു. പിന്നെ കേന്ദ്ര ഹിന്ദി പ്രചാര സഭയിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നുമില്ല, നടന്നു പഠിച്ചിട്ടുണ്ട്. പട്ടിക